ഡ്രഗ്സ് വലിയ അളവിൽ സമൂഹത്തിനെ ബാധിക്കുന്നുണ്ട്. അത് ബാധിക്കുന്നത് ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരിന് മാത്രമല്ല, അത് അവരുടെ പാരൻസിനെ, ഫാമിലിയെ, സൊസൈറ്റിയെ കംപ്ലീറ്റ് ആയിട്ട് ലൈക്ക് ഒരു സർക്കിൾ ഉണ്ടാക്കിയാൽ, ഇപ്പോൾ കൂടുതലും ഈ ഡ്രഗ് യൂസ് ചെയ്യുന്ന കുട്ടികൾ എങ്ങനെയാണ് കൂടുതലും കുട്ടികളും അതിലേക്ക് ആവുന്നത് വെച്ചാൽ, അതിലേക്ക് കൂടിച്ചേരുന്നത് വെച്ചാൽ, ഒരു ഗ്രൂപ്പായിട്ട് ആൾക്കാരുണ്ടാകുമ്പോൾ ചിലപ്പോൾ പുതിയൊരു കുട്ടി ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ അവനെയും കൂടി ആ ഡ്രഗ് യൂസ് ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ അവനെ ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നിർത്തപ്പെടും. അപ്പോൾ അവരും കൂടി അതിലേക്ക് കൂടുതലായിട്ട് വരും. പിന്നെ ഇപ്പോഴത്തെ ഡ്രഗുകൾ എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലിയാണ്. ഈ പറയുന്ന MDMA ആണെങ്കിലും അതുപോലെയുള്ള ക്രിസ്റ്റൽ മെത്തുകളൊക്കെ, സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആയിട്ട് സാധനമാണ്. അപ്പോൾ ഇത് ഇനീഷ്യൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ആ സന്തോഷം അല്ലെങ്കിൽ ഒരു ഹാപ്പി, ഒരു വലിയൊരു പ്ലഷർ കിട്ടി. അടുത്ത തവണ യൂസ് ചെയ്യുമ്പോൾ ഇവർക്ക് ഈ ഡോസ് മതിയാകാതെ വരും. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ഡോസ് വേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ തവണ ചിലപ്പോൾ ഇവരുടെ കയ്യിൽ എടുക്കാൻ കാശുണ്ടാവുമായിരിക്കും. പിന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കേണ്ടി വരുമ്പോൾ കയ്യിൽ കാശ് മതിയാകാതെ വരും. അപ്പോൾ അത് വീട്ടുകാരിൽ നിന്ന് കാശ് ചോദിക്കാനുള്ള സമയം തുടങ്ങും. ചിലപ്പോൾ വീട്ടിൽ നിന്ന് കാശ് കിട്ടാതെ വരുമ്പോൾ അവർ വയലൻ്റായിട്ടൊക്കെ പെരുമാറി തുടങ്ങും, ചിലപ്പോൾ മോഷ്ടിക്കാൻ തുടങ്ങും. പിന്നീട് അത് ഇവർ എളുപ്പമായിട്ട് ഇത് കാശുണ്ടാക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് വീണ്ടും ഡ്രഗ് പെഡലേഴ്സ് ആവുക, അല്ലെങ്കിൽ ഡ്രഗ് വിതരണക്കാരാവുക എന്നുള്ളതാണ്. ഈ നമ്മൾ നോർമലായിട്ട് ഫിനാൻഷ്യൽ തട്ടിപ്പുകൾ കാണുന്ന ഈ മണി ചെയിൻ പരിപാടികൾ പോലെ ഡ്രഗിൻ്റെ ഒരു മണി ചെയിൻ സൃഷ്ടിക്കപ്പെടുകയാണ്. അതായത് ഞാൻ എൻ്റെ സുഹൃത്തിന് കൊടുക്കുന്നു, അത് നെക്സ്റ്റ് എനിക്ക് ആക്ച്വലി കാശുണ്ടാക്കാനല്ല, എനിക്ക് അടുത്തതായിട്ട് ഡ്രഗ് യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് MDMA വാങ്ങാനുള്ള കാശ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഞാൻ കൂടുതൽ ആൾക്കാരെ, എൻ്റെ സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളെ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഇതൊരു സൊസൈറ്റിയിലേക്ക് മൊത്തം വ്യാപിക്കാനും അതിനുകൂടെ ഇതുപോലെ ഡ്രഗ് യൂസുകൾ ചെയ്താൽ പിന്നെ അവർ പിന്നെ ബോധാവസ്ഥയിലല്ല പെരുമാറുന്നത്, പലപ്പോഴും ഹാലുസിനേഷൻസ് വരെ ഉണ്ടാവാം. അതുകൊണ്ട് അവരുടെ സ്വബോധം, കോൺഷ്യസ്നെസ് നഷ്ടപ്പെടുകയും അവർ പിന്നെ ഡ്രഗിൻ്റെ ഇമ്പാക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അവർക്ക് ചിലപ്പോൾ എമ്പതി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തീരെ ഉണ്ടാവുകയൊന്നുമില്ല. അതുകൊണ്ട് സൊസൈറ്റിയിലെ വളരെ ഭീകരമായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ക്രൈമുകളൊക്കെ കൂടാനും ഒരു പരിധിവരെ ഇതിന് കാരണം. അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിൽ വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടാണ് ഇത് ലീഗലി നമ്മൾ തടയേണ്ട ആവശ്യകത ഉണ്ടാകുന്നത്.